Praise the Lord. Hallelujah. Glory be to God. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നന്നായി ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഒരു ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. Praise the Lord. Hallelujah. So Jesus Christ is a living God. Okay. So we can pray to the Lord. For more anointing and power. Praise the Lord. Hallelujah. So we can pray to the Lord today accordingly. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇത് മിനിസ്ട്രി ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ മിനിസ്ട്രി. അതാണ് ദ മിനിസ്ട്രി ഓഫ് ഗ്ലോറി. പിന്നെ പ്രാർത്ഥന പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവും പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് നിറയ്ക്കുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയും. ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനോട് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. അപ്പം ഇന്ന് സംസാരിക്കുന്നത് ഗ്ലോറിയസ് മിനിസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഓരോ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ വേലയാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഇത്രമാത്രം മഹത്വമുള്ള ഒരു ദൈവവേല, പ്രൈസ് ദി ലോർഡ്. ഒരു ജോലി, ദൈവവേല എന്നല്ല, ഒരു ജോലി, പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിൽ എവിടെയും കിടത്തില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നു. അവർ ഫൂട്ടിൻ്റെ ഫോട്ടോകളും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആൾക്കാർ വരും. ഒരു ബൈബിൾ വചനം പേരും ഷെയർ ചെയ്യാതെ അവർ ഫുഡിൻ്റെയും കിച്ചൻ്റെയും വീട്ടുകാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യും. വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാം. 2 Corinthians chapter 3 verse 3. അപ്പോൾ 2 Corinthians ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പാത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രയും. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് 2 Corinthians chapter 3 verse 3. 2 Corinthians ലേഖനം 3-ാം അധ്യായം അതിൽ 6-ാം വാക്യം പറയുന്നത് 3 verse 6. ഓക്കെ, 6-ാം വാക്യം പറയുന്നത്, അവൻ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ, പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട എല്ലാവരും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരായിട്ട് നമ്മളെ ഓൾറെഡി അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേകം ആൾക്കാർക്ക് അതറിയത്തില്ല. ഇവൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആൾക്കാർക്ക് വരെയും അതറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The same I will be preaching tomorrow in English. Okay, the ministry of glory. Okay, today I am preaching in Malayalam. ഇത് പറയുന്നത് 2 Corinthians chapter 3 verse 6. ഇതിൽ പറയുന്നത്, who also made us sufficient as ministers of a new covenant, not of the letter but of the spirit. For the letter kills, but the spirit gives life. എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാകുവാൻ പ്രാപ്തരാക്കുകയും, അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷന്മാരത്രയും. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകരാണെന്നല്ല നമ്മളെല്ലാവരും. യേശു ക്രിസ്തുവിൻ്റെ വചനം ഈ ലോകത്തിൽ പ്രഘോഷിക്കുവാനായിട്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നമ്മളെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം, എന്താണ് യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. സത്യസുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷയുടെ സുവിശേഷം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. MK Babir, God bless you. Okay, Apostle Stephen, God bless you.
Today I'm preaching in Malayalam, and tomorrow same will be preaching in English. Okay, I'm preaching. The subject is the ministry of glory. Praise the Lord. And reference from 2 Corinthians chapter 3 verses 3 and 6, 7, 8, 9. This what, okay, people, those who are watching, you can also refer this Bible verse right now, Father. This Bible verse. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2 Corinthians chapter 3 verses 6, അതായത് 3 അധ്യായം 2 Corinthians 3 അധ്യായം 6 വാക്യം പറഞ്ഞേ, Jesus Christ also made you and me, made us sufficient as ministers of a new covenant, not of the letter, but of the Spirit. For letter kills, but the Spirit gives life. Praise the Lord. അതാണ് പറഞ്ഞത്. യേശു ക്രിസ്തു എന്ന് വെച്ചാൽ അവൻ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഞങ്ങളെ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ വ്യക്തികളെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാകുവാൻ പ്രാപ്തരാക്കുകയും. പ്രൈസ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ എബിലിറ്റി അല്ല. ഐ എം പ്രീച്ചിങ് ഗോസ്പൽ. ഇറ്റ് ഈസ് നോട്ട് by my ability and power. This is by the grace of God. Praise the Lord. That's what the Bible is saying. Okay, who also made us sufficient as ministers. Okay, അതാണ് കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് നമുക്ക് യാതൊരു യോഗ്യതയില്ല. ദൈവവചനം കയ്യിലെടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കുവാൻ ഈ ജോളി ലാസർ എന്ന വ്യക്തിക്ക് യാതൊരു യോഗ്യതയുമില്ല. പക്ഷേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവം കർത്താവിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തരാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ഇന്ന് എല്ലാവരോടും പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, അവരൊക്കെ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്ത് എത്ര പേര് കർത്താവിനെ അറിഞ്ഞേനെ. സോഷ്യൽ മീഡിയകളൊക്കെ ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് വലിയ പ്ലാറ്റ്ഫോമല്ല സോഷ്യൽ മീഡിയകളൊക്കെ. അതിലൂടെ ഭക്ഷണം ഉണ്ടാക്കി അവർ ദിവസം രാവിലെ കഴിക്കുന്നത്, വൈകുന്നേരം കഴിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, കറിക്കരിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കൊടുത്ത സമയം അവർ വേസ്റ്റ് ചെയ്യുവാണ് എല്ലാവരും. കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്ത് സ്വസ്ത്രഗാനത്തോടെ കർത്താവിനെ പറ്റി പാടി, പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ പറഞ്ഞ് വചനം വായിച്ച് മറ്റുള്ളവരെ ആത്മാവിൽ എഡിഫൈ ചെയ്യുന്നതിന് പരമായിട്ട് സ്വന്തം അവർ ചെയ്യുന്ന വീട്ടുകാര്യങ്ങൾ പബ്ലിക്കായിട്ട് കാണിച്ച് അവർ സമയം കളയുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജാതികൾ ചെയ്യുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ. 1-2 പേരോട് ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ വചനം ഷെയർ കൂടെ ഞാൻ ചോദിച്ചു അവരോട്. പ്രൈസ് ദി ലോർഡ്. പേരിന് മാത്രം ഒന്ന് ഷെയർ ചെയ്യുന്നു തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പിശാച് ഒരു വ്യക്തിയും സമ്മതിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരും. ഇതിനു വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവരൊക്കെ എന്നും മരിച്ച് നാളെ മാറ്റപ്പെടും. അന്നേരം ഫുഡൊക്കെ ആരും ഷെയർ ചെയ്യും? ഇതെവിടെ ഇത് ലോകത്തിൻ്റെ ഭക്ഷണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓരോ ആത്മാവിൽ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആത്മാവിൽ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിൽ അവരുടെ നമ്മളുടെ പ്രതിഫലം വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാകുവാൻ പ്രാപ്തരാക്കി. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാർ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലോകരക്ഷയുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിലൂടെ പാവമോചനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ രോഗസൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവ മക്കളായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അസാധ്യങ്ങൾ സാധിക്കും. യേശുവാണ് ലോകരക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യസുവിശേഷം പറയുവാനായിട്ട് പിതാവായ ദൈവം നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു, നമ്മളെ കമ്മീഷൻ ചെയ്ത് നമ്മളെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാകുവാൻ പ്രാപ്തരാക്കിയും. അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷന്മാരത്രയും. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. തുടർന്നാനോട് പറയുന്നത്, എന്നാൽ 2 Corinthians chapter 3 verses 7 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതുകൊണ്ടും തേജസ്സുള്ളതായി എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ. പ്രൈസ് ദി ലോർഡ്. 2 Corinthians chapter 7 verse 3, 2 Corinthians chapter 3 verses 7 and 8. I will try to read in English. Okay, hallelujah,
Glory be to God. But if the ministry of death, praise the Lord, hallelujah. Jonadel, Maria, God bless you, okay. But if the ministry of death written and engraved on stones was glorious, so that the children of Israel could not look steadily at the face of Moses because the glory of his countenance, praise the Lord, which glory was passing away. Verses 9 Bible saying, for if the ministry of condemnation, അതാണ് മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ, അതാ പറയുന്നത് മിനിസ്ട്രി ഓഫ് പഴയ നിയമത്തെ ശുശ്രൂഷയില്ല, മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. അത് കഴിഞ്ഞാൽ യേശുക്രിസ്തു തിരക്കത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിൽ പാപാവസ്ഥയിൽ കിടന്ന് എല്ലാവരും മരിച്ച് ന്യായവിധിക്ക് അവർ യോഗ്യരാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരക്കത്താൽ യേശുക്രിസ്തു തിരക്കത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ന്യായവിധിയില്ല എന്നും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് റോമക്കർ ലേഖനം 8:1 പറയുന്നു. For therefore there is no condemnation those who are in Christ Jesus. Praise the Lord, hallelujah. There is no condemnation the people those who are in Christ Jesus in the New Testament through Jesus Christ. But in Old Testament there is a condemnation. There will be a condemnation. There is condemnation. Praise the Lord, hallelujah. Glory be to God. How will the ministry of the Spirit not be more glorious? Praise the Lord. then പറയുന്നത് അതാണ് പഴയ നിയമത്തിൽ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ല എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വെച്ച് നോക്കും, പ്രവാചകന്മാരെല്ലാം പഴയ നിയമത്തിൽ ഓരോ പ്രവാചകന്മാരും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കാണുവാനായിട്ടും പുതിയ നിയമത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും എല്ലാം ആരാഞ്ഞു നോക്കി. പക്ഷെ അത് അവർക്ക് വേണ്ടിയല്ല എന്ന് പറയുന്നത്, അത് ഞങ്ങൾക്കായിട്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ്, ദിസ് ഈസ് ഫോർ the people those are living in this world, praise the Lord, after the birth of Jesus Christ. Praise the Lord, hallelujah. അതാണ് we are such a glorious people are living, praise the Lord, hallelujah. And after the birth of Jesus Christ we are born again and baptized and walking in the Spirit of God. അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാണ്. kindly pray for the complete healing of severe pain, headache, ബാക്ക് പെയിൻ. ഹെവലി യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ സ്വജയ്ക്ക് വേണ്ടി കർത്താവിൻ പ്രാർത്ഥിക്കുന്നു. ആ ബാക്ക് പെയിന് വേണ്ടി കർത്താവിൻ പ്രാർത്ഥിക്കുന്നു. ബാക്ക് യേശുവിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റെബ്യൂക്ക് പുറത്താക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ റെബ്യൂക്ക് ദ കാസ്റ്റ് ദ മർഡർ റൈറ്റ് നൗ. ഇൻ ജീസസ് നെയിം ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ആർ ഹീൽഡ്. ഓക്കെ, യു കൻ റിപ്പീറ്റ്, യു കൻ ടൈപ്പ് ദ ഡബിൾ ബൈബിൾ വേർഡ് സിസ്റ്റർ. ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ആം ഹീൽഡ്. പ്രൈസ് ദി ലോർഡ്, സേ ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ അതൊക്കെ തേജസ് പ്രാപിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് നമ്മൾ അവകാശമായി കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് എഫെസ്യലേഖനം പറയുന്നത്, ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 2 പറയുന്നത്, നമ്മൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളും അത്രേ. നമ്മളെല്ലാം ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മളെ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും ആയിരിക്കുന്ന അടിസ്ഥാനത്തിൽ പണിത് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ അന്യരോ പരദേശികളുമല്ല, ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, ദൈവഭവനത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളായിട്ട് ദൈവവചനം മറ്റുള്ളവരോട് പറയാനായിട്ട് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിനെതിരെ കൈകൾ പൊക്കും, കാലുകൾ പൊക്കും. നമ്മുടെ ഇഷ്ടമായി എനിക്ക് ആ വലിയ 2-3 വർഷമായിട്ട് സ്പിരിച്വൽ വാർഫെയറില്ല, അതേപോലെ അന്ധകാര ശക്തികളെ തകർക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളെ തൊടാനും പറ്റത്തില്ല. തൊടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആദ്യം തകർക്കും. ആ പാറ്റേൺ തന്നെ തകർക്കാൻ ശ്രമിക്കും, ആ ഓർഡർ തകർക്കാൻ ശ്രമിക്കും. എന്നാലും വിട്ടുകൊടുക്കരുത്. നമ്മൾ രാവിലെ ഏക്കാൻ പറ്റിയില്ലേ, ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥന ടൈമും വിട്ട് കളയരുത്. അത് പിശാച് തകർക്കാൻ ശ്രമിക്കുകയാണോ, പ്രാർത്ഥിക്കണം. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണം. മോഹം കഴുകിയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഉറക്കത്തെയല്ല പുല്ലുവരെ തൂത്തെറിഞ്ഞ് കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കണം. സാത്താൻ്റെ പ്രവർത്തനത്തെ തകർക്കാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്.
യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്തിനാണ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ സാത്താൻ്റെ പ്രവൃത്തിയെ തകർക്കാനായിട്ടാണ്. സാത്താൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് നമ്മളെ അറപ്പാനും മുടിപ്പാനും തകർക്കാനായിട്ട് പിശാച് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു വന്നിരിക്കുന്നതോ നമുക്ക് ജീവൻ തരുവാനായിട്ടും സമൃദ്ധമായിട്ട് തരുവാനായിട്ടും. നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് അനേകം സഹോദരന്മാരെയും സഹോദരിമാരെയും നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ ഇരട്ടി തന്ന്, പ്രൈസ് ദി ലോർഡ്, 100 മേരി തന്ന് നമ്മളെ മഹത്വപ്പെടുത്താനായിട്ട്, നമ്മളെ അതേപോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോടുകൂടി തന്നെ മരിക്കുമ്പോൾ നമുക്ക് നിത്യജീവനും. അതാണ് വലിയ വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും തകർക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ കൊണ്ടുവരും, നമ്മളെ മോശമായിട്ട് ചിന്തകൾ കൊണ്ടുവരും. നമ്മുടെ ദൈവവേലയിൽ നിന്ന് നമ്മുടെ മനസ്സ് പിന്തിരിഞ്ഞ് മാറ്റണം. അതാണ് പിശാചിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ, നിങ്ങൾ യു ആർ ടാർഗറ്റഡ് പേഴ്സൺ. യു ആർ ടാർഗറ്റഡ് പേഴ്സൺ, പ്രൈസ് ദി ലോർഡ്, ഇൻ ദ ഐസ് ഓഫ് ദി ഈവിൾ സ്പിരിറ്റ്, ഡേമൻ, സത്താനിക് വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓൾറെഡി ടാർഗറ്റഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ രീതിയിൽ എന്നെ താർക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ജീവന് ഒരു അപകടമായ സ്ഥലം കൊണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം കർത്താവിനെ വിടുവിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന്, പ്രൈസ് ദി ലോർഡ്, ആ ഡോർ വേരും തുറന്നു. അതെല്ലാം റെക്കോർഡറാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. താർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊക്കെ രീതി അന്ധകാരത്തിൽ നിന്ന് താർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കും. നമുക്കെതിരെ കൈവെക്കുന്നവർ അവർ തന്നെ തകർന്നു. അവർ തന്നെ ലോകത്തില്ലാതായി മാറ്റപ്പെടും. അവർ വരെ പിള്ളേരെ ഇല്ലാതായി മാറ്റപ്പെടും. നിന്നോട് ഏറ്റുമുട്ടോ നയിച്ചു ഒന്നുമില്ലാതെ തീരും. ദൈവത്തിന് വചനം പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് നമ്മുടെ ശത്രുക്കളെ കണ്ടും, നിന്റെ കണ്ണ് നിന്റെ ശത്രുക്കളെ കണ്ടും, നിന്നോട് എതിർക്കും ദുഷ്കർമ്മയിൽ കേട്ടും രസിക്കുമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയും. അതുകൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ്, അന്ധകാര ശക്തിയുടെ ഒരു പ്രവർത്തനം നമ്മൾ പുത്രണ്ട് നമ്മളത് നോക്കി ബുദ്ധിമുട്ടിക്കുന്ന കാര്യമൊന്നുമില്ല. കർത്താവിന് വേലി ശക്തിപ്പെടണം. ദൈവവചനത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ദൈവാത്മാവ് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു പടിയോടെ നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം. നമ്മൾ സമയമെങ്കിലും പിശാചിൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മുടെ സമയം ഡിലേ ചെയ്യിച്ച് നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ ആ സമയം ഡിലേ ചെയ്യിച്ചിട്ട് നമ്മളെ ഒന്നുമില്ലാതെ ആക്കാനാണ് പിശാചിൻ്റെ പദ്ധതി. ആ ദിവസം മൊത്തം കളയിപ്പിക്കണം. പക്ഷേ നമ്മൾ കർത്താവെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. വീണ്ടും നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. അല്പം താമസിച്ചാലും ആ സമയമെല്ലാം നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു തരാൻ കർത്താവ് ശക്തനാണ്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ വിഷമിക്കരുത്. ഇനി അല്പം ഡിലേ ആയാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. ഉള്ള സമയം കൊണ്ട് പറ്റുന്നത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്കി കർത്താവ് നോക്കിക്കോളും. പക്ഷേ എങ്കിലും നിങ്ങളെ മനസ്സ് വെച്ച് മുന്നോട്ട് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദൈവവേല ചെയ്യുന്ന ആൾക്കാർ ദൈവവേലയ്ക്ക് വേണ്ടി നീങ്ങണം. ഞാനെനിക്ക് ലണ്ടനിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയി. ഒരു ഫാമിലി ഏത് സമയം വിളിക്കും, ലണ്ടനിൽ വരും, പറയണേന്ന്. ഞാൻ പറഞ്ഞു പറയേക്കാന്ന് പറഞ്ഞു. 2-3 ആഴ്ച മുമ്പ് ലണ്ടനിൽ കർത്താവിൻ്റെ വചനം, 2 ആഴ്ച മുമ്പ് ലണ്ടനിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയി. അവരെ വിളിച്ചു. അവർ പറഞ്ഞു അവരുടെ ഫാസ്റ്റിംഗ് പ്രയറുണ്ടെന്ന്. ഓക്കെ, നല്ല കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. ഫാസ്റ്റിംഗ് പ്രയറുണ്ട്. പിന്നെ കർത്താവിൻ്റെ വചനം സീറ്റ് പ്രസംഗിക്കാൻ വേണ്ട ആവശ്യമില്ലല്ലോ. പ്രാർത്ഥന ഞാൻ കർത്താവിൻ്റെ ദേവസേനയിൽ നിന്ന് പ്രാർത്ഥിക്കുമല്ലേ, അത് നല്ലതാണല്ലോ. അവരോട് പറഞ്ഞു, ദേവസേന നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിഷ്ഫലമല്ലല്ലോ, നല്ല പ്രാർത്ഥനയാണുള്ളത്. അവരെ ഓക്കെ, അവർ പറഞ്ഞു 1 മണിക്ക് ഫാസ്റ്റിംഗ് പ്രയർ തീരും. ഞാൻ 12 മണി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു പ്രസംഗിക്കാനായിട്ട്. വലിയ ദൂരം അവർ വരുമെന്ന് പറഞ്ഞു. 1:30 ആയെന്ന് പറഞ്ഞു. അവർ വിളിച്ച് ടെക്സ്റ്റ് മെസ്സേജ് 1:30 ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞു, പ്രീച്ചിങ് കഴിഞ്ഞു, ചിലപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക, അത് രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങാൻ പോകാം. അവർ പറഞ്ഞാൽ അവർ വരുന്നില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷം. മനസ്സിലാവും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. അപ്പം ആൾക്കാർ പറയും രക്ഷയോട് ശാനപ്പെട്ടതാണെങ്കിലും അവരോരോ ഒഴിവൊഴിവ് പറഞ്ഞ് മാറും. പൈസ നമുക്ക് ഒഴിവൊഴിവ് പറയാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിനാൽ അഭിഷേകം ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നതാണ്. പൈസല്ലോ. അപ്പോൾ അവരുടെ താല്പര്യമോടെ പോയത് ആത്മാർത്ഥത്തോടെ അല്ല സംസാരിക്കുന്നതല്ല. അത് ആത്മാർത്ഥത്തോടെ ഒരാൾ ദൈവത്താൽ അയക്കപ്പെട്ട ദാഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും വരും. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി പങ്കുകൊള്ളും. ഫാസ്റ്റിംഗ് പ്രയറിന് ഒരാൾ ഫാസ്റ്റിംഗ് പ്രയറിന് പോയിട്ട് ബാക്കി ആൾക്കാർ സ്ട്രീറ്റിൽ കർത്താവിന് പ്രസംഗിക്കാനായിട്ട് വരും. ജാതികളോടെ കർത്താവിന് വചനം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയാണെങ്കിലും നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം. ഈ 2026 നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളെ മഹത്വപ്പെടുത്താണ്ട് ആഗ്രഹിക്കുന്നു. ഏതവസ്ഥയാണെങ്കിലും കർത്താവ് നമ്മളെ മഹത്വപ്പെടുത്താണ്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുപ്രവാചകന്റെ പുസ്തകം ഇന്ന് ഏതോ ഒരു ദേവദാസിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇടയ്ക്ക് ടോക്കുകൾ കേൾക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം തന്നെ. പ്രൈസ് ദി ലോർഡ്, ഒന്ന് വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് യേശുപ്രവാചകന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 54-14 വാക്യം. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പീഡനത്തോട്ട് അകന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഭയപ്പെടാനില്ലല്ലോ.
ഭീഷണിയോട് നീ അകന്നിരിക്കും. പ്രൈസ് ലോർഡ്. അത് നിന്നോട് അടുത്ത് വരത്തില്ല. ഒരാളുടെ ഭീഷണി നമ്മുടെ അടുത്ത് വരത്തില്ലെന്ന് അർത്ഥം. ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. ദ റൈച്ചസസ് ഷാൾ അത് ഞാൻ ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 54 വേഴ്സസ് 14. Just I'll read in New King Version. Book of Isaiah chapter 54 verses 14. Praise the Lord. Hallelujah. Glory. ഇതാണ് പറയുന്നത് വെച്ചാൽ in righteousness you shall be established. You shall be far from oppression, for you shall not fear, and from terror. Praise the Lord. For it shall not come near you. Praise the Lord. Hallelujah. അതാണ് മനുഷ്യൻ്റെ നമ്മളെ അപായപ്പെടുത്തും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പേടിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ കർത്താവ് തന്നെ അവരെ കൈകാര്യം ചെയ്തോളും. കർത്താവ് തന്നെ അവർ സൈഡായിക്കോളും. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ ദൈവവചനം പ്രസംഗിക്കാനുള്ള ദാഹം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം മറ്റുള്ളവർ പറയാനുള്ള ആ ദാഹം എനിക്ക് തരണമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമെന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിന് ആൻസർ തരും. നമ്മളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് നമ്മളെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അനേകം ആൾക്കാർ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് അവരെന്നും ഈ ഭീഷണിയാലും പല പല ക്ലേശങ്ങളാലും പ്രൈസ് ദി ലോർഡ് ഈ ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പേര് പറഞ്ഞിട്ടും അവർ കർത്താവിൻ്റെ വേല ചെയ്യാതെ മാറി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാം ഉണർത്താനായിട്ടുള്ള അവകാശം കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട് പോയിട്ട് ചെയ്യുവാനായിട്ട്. ഫാസ്റ്റിംഗ് പ്രയറൊക്കെയാണ് ഒരാളിന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, മറ്റേ ആൾക്കാർ വീട്ടിലാണെങ്കിൽ പുറത്തുപോയിട്ട് കർത്താവിനെ പ്രവേശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പ്രാർത്ഥിക്കുന്നത് നല്ല തന്നെയാണ്. വീട്ടിൽ നിന്ന് 1-2 പേർക്ക് കൂടുതൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി 1-2 പേര് പുറത്തുപോയിട്ട് കർത്താവിനെ പ്രവേശിക്കട്ടെ. അത് എത്ര അനേകം ആൾക്കാർ ജാതികൾ കർത്താവിനെ അറിയുമല്ലോ, മാനസാന്തരത്തിലേക്ക് വരുമല്ലോ, അനേകം പേര് വിടുവിക്കപ്പെടുമല്ലോ. അതുതന്നെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ കളയരുത്. നമുക്ക് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാം. അനേകം ആൾക്കാരെ ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമുക്ക് പറയാം. അങ്ങനെ നമുക്കറിയാം ഈ യുദ്ധങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും അല്ല. യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാമാരികളും കെടുതികളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അന്ന് ഈ ഫുഡിൻ്റെ ഫോട്ടോയ്ക്ക് ഇടുമ്പോൾ എങ്ങനെ ഇടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവിൻ്റെ വചനമുള്ളവർ മാത്രമേ ജീവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് മത്സരിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാം. നമ്മൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് കർത്താവ് നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശുശ്രൂഷ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം വേണ്ടി സമയം കളയാതെ ദൈവനാമത്തിന് വേണ്ടി നമുക്ക് ഓടാം. ഒരു വേണ്ടി പ്രാർത്ഥിക്കാൻ പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ മുദ്രയിടുന്നത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇൻ ജീസസ് നെയിം I pray. Amen. God bless you. ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും ഉത്ഭവിക്കുക. MK ബാൽബിൻ, തോമസ് മാത്യു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്റ്റൽ സ്റ്റീഫൻ ടാൻട്ര, God bless you. നസാമി സോജ, God bless you. Jonathan Malen, God bless you. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.